എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നോക്കുവാൻ പോകുന്നത് എസെൻഷ്യൽ കണ്ടീഷൻസ് ഫോർ എ സക്സസ്ഫുൾ ഫെഡറലിസം എന്ന ടോപ്പിക്കാണ്. അതായത് ഒരു ഫെഡറേഷൻ അഥവാ ഒരു ഫെഡറേഷൻ നിലനിന്ന് പോകണമെങ്കിൽ അതിന് ചില ഘടകങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ആ ഘടകങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെ പറ്റിയാണ് നോക്കുന്നത്. പ്രധാനമായിട്ടും 9 പോയിന്റുകളാണ് വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അതായത് ആദ്യത്തേതാണ് ജോഗ്രഫിക്കൽ കണ്ടിന്യൂറ്റി, രണ്ടാമത്തേതാണ് കമ്മ്യൂണിറ്റി ഇൻട്രസ്റ്റ്, മൂന്നാമത്തേതാണ് ആബ്സെൻസ് ഓഫ് മാർക്കറ്റ് ഇനിക്വാളിറ്റി, 4 സിമിലാരിറ്റി ഓഫ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, 5 സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, 6 പൊളിറ്റിക്കൽ എബിലിറ്റി ഏജ്, പൊളിറ്റിക്കൽ ആൻഡ് നാഷണൽ ഇൻ്റഗ്രേഷൻ, 8 സെൻട്രൽ സ്റ്റേറ്റ് കോർഡിനേഷൻ ആൻഡ് ലാസ്റ്റ് റീസണബിൾ ട്രെൻഡ്സ് ടുവാർഡ്സ് സെൻട്രലിസം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധിയായ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഫെഡറേഷൻ നിലനിന്ന് പോവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നോക്കുന്നത് ഒരു ഫെഡറേഷൻ നിലനിന്ന് പോകണമെങ്കിൽ അതിന് ചില ഘടകങ്ങൾ ആവശ്യമാണ്. ആ ഘടകങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യത്തേതാണ് ജോഗ്രഫിക്കൽ കണ്ടിന്യൂറ്റി. ഇതിലെന്താണ് പറയുന്നത് നോക്കിയാൽ, ഭൂമിശാസ്ത്രപരമായിട്ട് ഒന്നിച്ചു നിൽക്കുന്ന പ്രദേശമായിരിക്കണം ഒരു ഫെഡറേഷൻ നിലനിന്ന് പോകാൻ ഏറ്റവും ഉത്തമം എന്നത്. ഓക്കെ, അതായത് ഭൂമിശാസ്ത്രപരമായി പരസ്പരം ഒന്നിച്ചു നിൽക്കുന്ന പ്രദേശങ്ങൾ ഒരു ഫെഡറേഷൻ, അതായത് ഒരു ഫെഡറൽ രാഷ്ട്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. ഇത് ഫെഡറലിസ്റ്റ് രാഷ്ട്രത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. മാത്രമല്ല ഇതിൽ രാഷ്ട്രത്തിൻ്റെ വലിപ്പ ചെറുപ്പത്തിന് പ്രാധാന്യവുമില്ല. ഓക്കെ, ഇപ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ട് ഒന്നിച്ചു നിൽക്കുന്ന ഒരു പ്രദേശം ആയിരിക്കണം എന്നതാണ് ഒരു ഫെഡറേഷൻ നിലനിന്ന് പോകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം. രണ്ടാമത്തേതാണ് കമ്മ്യൂണിറ്റി ഇൻട്രസ്റ്റ്. അപ്പോൾ ഇതിലെന്താണ് പറയുന്നതെന്ന് നോക്കിയാൽ, ഇന്ത്യയിൽ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും പൊതുവായ ഒരു ദേശീയ വികാരം ഉണ്ടെങ്കിലേ ഫെഡറൽ രാഷ്ട്രം നിലനിൽക്കുകയുള്ളൂ. ഓക്കെ, അതായത് നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയം. അപ്പോൾ ഈ നാനാത്വത്തിൽ ഏകത്വം, അതായത് യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്ന ആശയം ജനങ്ങൾ ഒന്നിച്ചു നിർത്തുന്നുണ്ട്. ഓക്കെ, സമൂഹത്തിൻ്റെ താല്പര്യത്തിന് ആളുകൾ കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഫെഡറൽ രാഷ്ട്രം നിലനിന്ന് പോകണമെങ്കിൽ അതിന് കമ്മ്യൂണിറ്റി ഇൻട്രസ്റ്റ് വളരെയധികം അത്യാവശ്യമായ ഒരു ഘടകമാണ്. മൂന്നാമത്തേതാണ് ആബ്സെൻസ് ഓഫ് മാർക്കറ്റ് ഇനീക്വാളിറ്റി. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത് നോക്കിയാൽ, ഫെഡറലിസം എന്താണ്? ഒരു കേന്ദ്ര ഗവൺമെൻറ്റും ഒന്നിലധികം സംസ്ഥാന ഗവൺമെൻറ്റുകളും ഉള്ളൊരു സംവിധാനമാണ് ഫെഡറലിസം. അപ്പോൾ ഇനീക്വാളിറ്റി, ആബ്സെൻസ് ഓഫ് മാർക്കറ്റ് ഇനീക്വാളിറ്റി, അതായത് സംസ്ഥാനങ്ങൾ തമ്മിൽ വലിയ തോതിലുള്ള അസമത്വം ഉണ്ടാകുവാൻ പാടില്ല എന്നും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാമെങ്കിലും, അതായത് ഒരു സംസ്ഥാനം മറ്റ് സംസ്ഥാനത്തെ അപേക്ഷിച്ച് താഴേക്കിടയിലാണ് അവിടുത്തെ ആളുകളുടെ ജീവിത നിലവാരമെങ്കിലും മറ്റ് അവിടുത്തെ എഡ്യൂക്കേഷൻ, ആരോഗ്യം, ഹെൽത്ത് സെക്ടർ എല്ലാം തന്നെ താഴേക്കിടയിലാണെങ്കിൽ കുറച്ചൊക്കെ അവർ സഹായിക്കാം. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാമെങ്കിലും അമിതമായ രീതിയിലുള്ള ഒരു അസമത്വം മറ്റ് സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ഒരു ഫെഡറൽ രാഷ്ട്രം നിലനിന്ന് പോകുന്നതിനുള്ള ഒരു എസെൻഷ്യൽ കണ്ടീഷൻ മെയിനായിട്ടുള്ളത്. അടുത്ത ഒരു പോയിൻ്റാണ് സിമിലാരിറ്റി ഓഫ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത് നോക്കിയാൽ, ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും സാമൂഹികവും രാഷ്ട്രീയപരവുമായ സ്ഥാപനങ്ങൾ ഒരുപോലെ ആയിരിക്കണം എന്നതാണ്. ഇപ്പോൾ ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും സാമൂഹ്യ രാഷ്ട്രീയപരമായ സ്ഥാപനങ്ങൾ ഒരുപോലെ ആയിരുന്നാൽ മാത്രമേ ഒരു ഫെഡറേഷൻ നിലനിന്ന് പോവുകയുള്ളൂ. അടുത്ത ഒരു ഫെഡറേഷൻ നിലനിന്ന് പോകണമെങ്കിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം എന്ന് പറയുന്നത് സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത് എന്ന് നോക്കിയാൽ, സാമൂഹികവും സാമ്പത്തികവുമായ വികസനം ഒരു ഫെഡറൽ രാഷ്ട്രത്തിന് വളരെയധികം അത്യാവശ്യവും ആവശ്യവുമായ ഒന്നാണ്. അതായത് ഒരു ഫെഡറൽ രാഷ്ട്രത്തിൽ 2 തരത്തിലുള്ള ഗവൺമെൻറ്റുകളുണ്ട്. അതായത് ഒരു കേന്ദ്ര ഗവൺമെൻറ്റും ഒന്നിലധികം സംസ്ഥാന ഗവൺമെൻറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു കേന്ദ്ര ഗവൺമെൻറ് 2 തരം രണ്ടോ രണ്ടിലധികമോ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുള്ള സംവിധാനമാണ് ഫെഡറലിസം. അപ്പോൾ സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് രാഷ്ട്രങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കണം. അതായത് സാമൂഹികവും സാമ്പത്തികവുമായ വികസനം ഒരു ഫെഡറൽ രാഷ്ട്രത്തിന് അത്യാവശ്യമാണ്. 2 ഗവൺമെൻറ്റുകൾ ഉള്ളതുകൊണ്ട്, അതായത് സെൻട്രൽ ഗവൺമെൻറ്റും ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഉള്ളതുകൊണ്ട് തന്നെ അവയെ നിലനിർത്തിക്കൊണ്ട് പോകുവാൻ വേണ്ടി സാമൂഹികവും സാമ്പത്തികവുമായ വികസനം അത്യാവശ്യമാണ്. അപ്പോൾ ഇതും ഒരു ഫെഡറൽ രാഷ്ട്രം നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനുള്ള ഒരു എസെൻഷ്യൽ കണ്ടീഷനാണ്. നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനുള്ള ഒരു എസെൻഷ്യൽ കണ്ടീഷനാണ് സോഷ്യോ ഇക്കണോമിക്
വ്യക്തികൾക്കിടയിൽ രാഷ്ട്രീയപരമായ പ്രബുദ്ധത, അതുപോലെ തന്നെ കഴിവ് എന്നിവ ഫെഡറലിസത്തിൻ്റെ വളർച്ചയ്ക്കും വിജയത്തിനും അത്യാവശ്യമായ ഒരു ഘടകമാണ്. മാത്രമല്ല ഈ പൊളിറ്റിക്കൽ എബിലിറ്റി എന്നത് ജനങ്ങളിൽ രാഷ്ട്രീയ ബോധം വളർത്താനത് അനിവാര്യമായ ഒന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിലെ രാഷ്ട്രീയ വ്യവസ്ഥിതിയെക്കുറിച്ച് തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ പ്രബുദ്ധത ജനങ്ങൾക്കുണ്ടായിരിക്കണം എന്നതും ഒരു ഫെഡറേഷൻ നിലനിന്ന് പോകണമെങ്കിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. അടുത്ത പോയിൻ്റാണ് പൊളിറ്റിക്കൽ ആൻഡ് നാഷണൽ ഇൻ്റഗ്രേഷൻ എന്നത്. ഇതിലെന്താണ് പറയുന്നതെന്ന് നോക്കിയാൽ ജനങ്ങൾക്കിടയിലും സംസ്ഥാനങ്ങൾക്കിടയിലും എല്ലാം തന്നെ രാഷ്ട്രീയപരമായിട്ടും അതുപോലെ തന്നെ ദേശീയപരമായിട്ടും ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്ന ഒരു ബോധം, അതായത് എല്ലാവരും ഒന്നാണെന്ന ചിന്ത, ഉദ്ഗ്രഥനം ഉണ്ടാവണം എന്നതും ഒരു ഫെഡറേഷൻ നിലനിന്ന് പോകണമെങ്കിൽ, അതായത് സക്സസ് ആയിട്ട് നിലനിന്ന് പോകണമെങ്കിലുള്ള പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. അടുത്തതാണ് സെൻട്രൽ സ്റ്റേറ്റ് കോർഡിനേഷൻ. ഇതിലെന്താണ് പറയുന്നത് നോക്കിയാൽ നമ്മൾ ഇതിൽ തന്നെ ഉത്തരമുണ്ട്. അതായത് കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റുകളും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ. അതായത് കേന്ദ്ര ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും തമ്മിൽ പരസ്പര സഹകരണ മനോഭാവം എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നാൽ മാത്രമേ ഒരു ഫെഡറേഷൻ സക്സസ്ഫുള്ളായി നിലനിന്ന് പോകാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ഒരു പോയിൻ്റാണ് റീസണബിൾ ട്രെൻഡ് ടുവാർഡ്സ് സെൻട്രലിസം. ഇതിലെന്താണ് പറയുന്നത് എന്ന് നോക്കിയാൽ ഒരു ഫെഡറൽ സമ്പ്രദായത്തെ താങ്ങി നിർത്തുന്ന ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് തന്നെ സെൻട്രൽ ഗവൺമെൻറ്റാണ്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കേന്ദ്രീകൃത സ്വഭാവമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ എന്നൊക്കെ പറയുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ റീജിയണൽ ഗവൺമെൻറ്റുകളെല്ലാം തന്നെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന ശക്തി സെൻട്രൽ ഗവൺമെൻറ്റിന് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒന്നിലധികം സംസ്ഥാന ഗവൺമെൻറ്റുകളെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു ഐക്യത്തോടു കൂടി കൊണ്ടുപോകുന്നതിനുള്ള ഒരു കെൽപ്പ്, ശക്തി സെൻട്രൽ ഗവൺമെൻറ്റിന് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഫെഡറൽ രാഷ്ട്രം തകരും. ഇത്രയും പോയിന്റുകളാണ് ഒരു ഫെഡറൽ രാഷ്ട്രം സക്സസ്ഫുള്ളായി നിലനിന്ന് പോകണം എങ്കിൽ പിന്തുടരേണ്ട പ്രധാന ഘടകങ്ങൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എസെൻഷ്യൽ കണ്ടീഷൻസ് ഫോർ എ സക്സസ്ഫുൾ ഫെഡറലിസം എന്ന ഈ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോ